ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുചിത്രയുടെ അഭിപ്രായത്തെ ഞാൻ മാനിച്ചില്ല എന്ന് വേണ്ട. പക്ഷേ ഹരിതയുടെ വീട്ടിൽ പോയി അച്ഛനമ്മയെ കാണണ്ട. മാധവേട്ടനും ഇപ്പൊ ഇതൊക്കെ തന്നെയാവും ഓർക്കുന്നത്. നെടുകെ വകഞ്ഞു മാറ്റിയ മുടിയും വരയൻ മീശയുമായിട്ടൊരു പയ്യൻ. മാധവേട്ടന്റെ മനസ്സിലും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവൂല്ലേ? അച്ഛാ, എന്തിനാടാ നീ പുറകെന്ന് വിളിച്ചത്? പുറകേന്ന് വിളിച്ചാൽ അശുഭലക്ഷണമാണെന്ന് ഞാൻ ഓർത്തില്ല. അത്രയ്ക്ക് ശുഭകരമായ കാര്യത്തിനാണോ അച്ഛൻ പോകുന്നത്? അച്ഛൻ ധൃതി വെച്ച് എങ്ങോട്ടേ പോകുന്നത്? അതിന്ന് എന്റെയും ചന്ദ്രുവിന്റെയും വിവാഹ വാർഷികമാണ്. വിവാഹ വാർഷികം ഈ അടുത്ത നാളല്ലേ കഴിഞ്ഞത്? എടാ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിവാഹ വാർഷികമല്ല. ഞാനും ചന്ദ്രുവും സ്നേഹിച്ച് വിവാഹം കഴിച്ചാണെന്നുള്ള കാര്യം നിനക്കറിയാവല്ലോ. മനസ്സുകൊണ്ട് പ്രണയിച്ച് ഞങ്ങൾ പരസ്പരം മനസ്സ് കൈമാറിയ ദിവസമായിന്ന്. എല്ലാ വർഷവും ഈ ദിവസം ഞങ്ങൾ വിവാഹ വാർഷിക ദിനമായിട്ടാ കരുതുന്നത്. യഥാർത്ഥ പ്രണയം അതാടാ. പരസ്പര സ്നേഹവും ബഹുമാനവും ആത്മാർത്ഥതയും ലവലേശം പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ആ, ഹരിതയുടെ വീട്ടിൽ പോയി ചന്ദ്രുവിനെ ഒന്ന് കാണണം. അച്ഛാ, അത് വേണ്ട. അമ്മയെ കാണാൻ അച്ഛൻ ഹരിതയുടെ വീട്ടിൽ പോകാൻ പാടില്ല. പോകാൻ പാടില്ലെന്നോ? എടാ, ഞങ്ങൾ രണ്ട് വീട്ടിലാണ് കഴിയുന്നത് കരുതി ഞങ്ങളുടെ വിവാഹ ബന്ധം ഒന്നും ഒഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കെട്ടിയ താലി തന്നെയാ ഇപ്പോഴും നിന്റെ അമ്മയായ അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. അങ്ങനെയുള്ള ഭാര്യയെ കാണുന്നതിന് നീ എന്ത് പേരില്ല വിലക്കേർപ്പെടുത്തുന്നത്? അച്ഛനിപ്പോ എന്റെ ചെലവിലാ കഴിയുന്നത്. അതുകൊണ്ട് പറയാണെന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്നത് അനുസരിക്കണം. ഇതനുസരിക്കാൻ മാധവൻ നായർ തയ്യാറല്ല. ആര് വിലക്കിയാലും ഞാൻ പോയിരിക്കും. പോയാൽ ഭാര്യയെ മരുമകളെ കെട്ടിയൊരുക്കി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? അതുപോട്ടെ, ദാഹിച്ചാൽ പച്ചവെള്ളം മരുമകൾ തരുന്നു തോന്നുന്നുണ്ടോ? എന്തിന് വീട്ടിൽ കാലുകുത്താൻ പോലും മരുമകൾ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ആകെ നാറി നാണം കെട്ട് പടിയിറങ്ങേണ്ടി വരും. മരുമകളുടെ മുമ്പില് എന്റെ അച്ഛൻ അങ്ങനെ തരം താഴാൻ പാടില്ല. എന്താ സുചിത്രേ, ഞാൻ പറഞ്ഞതിൽ കാര്യമില്ലേ? പ്രകാശേട്ടാ, അച്ഛൻ അമ്മയെ കാണാൻ പോയാലുള്ള ഭവിഷ്യത്ത് എന്തു ആയിക്കോട്ടെ, ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഭർത്താവിന് ഭാര്യയെ കാണണമെന്നുള്ളത് ന്യായമായൊരു ആവശ്യമല്ലേ? അത് അനുവദിക്കല്ലേ വേണ്ടത്? അത് ശരി. അപ്പൊ നീ അമ്മായി അച്ഛന് വേണ്ടിയുള്ള വക്കാലത്തുമായി ഒളിച്ചു നിൽക്കായിരുന്നു അല്ലേ? അത് കൊള്ളാം. എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോ എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. വയസ്സാം കാലത്ത് മക്കൾ അച്ഛനമ്മമാരെ രണ്ട് വീട്ടിൽ പാർപ്പിച്ച് ചെലവിന് കൊടുക്കുന്നതൊക്കെ ഇക്കാലത്തെ നല്ല ഒന്നാം തരം നെറികേടാ. അതും പോരാഞ്ഞ് അവരെ തമ്മിൽ കാണാൻ അനുവദിക്കില്ലെന്ന പിടിവാശി ഒരു തരം മുട്ടാപ്പോക്ക. ദൈവദോഷം. അത് പാടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, സുചിത്രയുടെ അഭിപ്രായത്തെ ഞാൻ മാനിച്ചില്ല എന്ന് വേണ്ട. പക്ഷേ ഹരിതയുടെ വീട്ടിൽ പോയി അച്ഛനമ്മയെ കാണണ്ട. അങ്ങനെ അച്ഛനെ നാണം കെടുത്താൻ ഞാൻ അനുവദിക്കില്ല. അമ്മയെ ഞാൻ
ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എന്താ അതുപോലെ അച്ഛനും അമ്മയും കണ്ട ശേഷം ഞാൻ തന്നെ അമ്മയെ തിരിച്ചു കൊണ്ടുവിടാം. അല്ല പ്രകാശേട്ടാ, ഹരിതയുടെ വീട്ടിൽ ചെന്നാൽ അച്ഛനുണ്ടാകുന്ന അനുഭവം പ്രകാശേട്ടൻ പറഞ്ഞല്ലോ. അതേ അനുഭവം തന്നെ പ്രകാശേട്ടനും ഉണ്ടായാലോ? അതാണ് അച്ഛനും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഹരിതയെ പാട്ടിലാക്കി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനുള്ള തന്ത്രങ്ങളും ഈ പ്രകാശിന് അറിയാം. എന്തു പറയുന്നു? എന്നാൽ അത് മതി. എങ്ങനെയും എനിക്ക് ചന്ദ്രനെ ഒന്ന് കണ്ടാ മതി. എന്നാ ഞാൻ അമ്മയും കുട്ടി ഉടനെ ഇങ്ങ് എത്തിയേക്കാം. മാധവേട്ടൻ എന്താ വൈകുന്നത്? എത്ര നേരായി കാത്തിരിക്കുക ഞാൻ. കാത്തിരിപ്പിന്റെ വേദന എന്നൊക്കെ കഥകളിൽ വായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴാ ശരിക്കും അനുഭവിക്കുന്നത്. ഏട്ടാ പറ. ഹലോ, നീ എവിടെ? എന്ത് ചെയ്യടാ? ഇത് ചോദിക്കാനാണ് ഏട്ടാ വിളിച്ചത്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാന്ന് ഏട്ടൻ അറിഞ്ഞൂടെ? എന്നാലേ നിനക്കൊരു ഉഗ്രം പണി വരുന്നുണ്ട്. വെറുതെ രാവിലെ ഡാർക്ക് ആക്കാതെ കാര്യം പറ. എടാ പോത്തേ, ഇന്ന് അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികമല്ലേ? അതിനിപ്പോ എന്താ? അതിനെന്താണെന്നോ? എടാ കിളവനെ അതിരാവിലെ എഴുന്നേറ്റേ അഴകിയ രാവണനായിട്ടേ അങ്ങോട്ട് വരാൻ പോവാ അമ്മയെ കാണാൻ. ഏ? മാനത്തെ കൊട്ടാരം